ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്നൊരു മത്തി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കിലോ മത്തി വൃത്തിയാക്കി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതായത് നമുക്കിത് ഫുള്ളായി ഡ്രൈ ആയിട്ട് വറുത്ത് കോരും. മത്തി അച്ചാറിന് നമുക്ക് കടുകെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. മത്തിയെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത്രയും നല്ലതുപോലെ മൊരിഞ്ഞ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 5 ടേബിൾ സ്പൂൺ ആയിട്ടേക്കുന്നത്. സ്പൂൺ മഞ്ഞൾപ്പൊടി, കായം, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി. ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിച്ച് നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം. ഈ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പം നമുക്ക് നോക്കി അറിയാം കേട്ടോ, നല്ല ഡ്രൈ ആയി, എല്ലാം നല്ല ഡ്രൈ ആയിരിക്കുവാണ്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പം ഇനി നമുക്കിതിന് വേണ്ടുന്ന വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഫുള്ളിലിട്ട് കൊടുക്കണം. വിനീഗറും ഈ മുളകും നമ്മളിട്ട ചേരുവകളെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. കണ്ട ചെറിയ നോക്കിക്ക് ഒരു ചെറിയ തിളയ്ക്കുന്ന പോലെയുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ച മത്തി ഇതിനകത്തോട്ട് ഇട്ടു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പതിയെ, അതായത് നമ്മുടെ മത്തിയൊന്നും ഉടയാത്ത രീതിയിൽ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ മിക്സ് ചെയ്താൽ മതി കേട്ടോ, ധൃതി വെക്കാതെ പതിയെ കുറേശ്ശെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അച്ചാർ വളരെ നന്നായിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ.